ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ലഞ്ച് മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് 2-3 കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ഉച്ചയൂൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം മതി കേട്ടോ, നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചനേന്ത്രക്കായാണ്. അത് ഇതുപോലെയുള്ള കുറച്ച് വലിയ പീസാവണം, ഒരുപാട് വലിയ പീസാക്കണ്ട, തീരെ ചെറുതുമാക്കരുത്. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഒരു മീഡിയം വലുപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 1.5 എടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മുടെ പച്ചക്കായും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു 2 പിടിയോളം വൻപയറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുക്കറിൽ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ കുതിർത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം വിസിൽ കേൾപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം ഞാനിത് കുതിർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു 2 വിസിലാണ് കേൾപ്പിക്കുന്നത്. 2 വിസിൽ കേൾപ്പിച്ചെടുക്കും, പക്ഷേ ഇത്തിരി കൂടി വേവാനുണ്ടാവും കേട്ടോ. അത് ഞാൻ പിന്നീട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടു, അടച്ച് വെച്ച്, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആയി വരട്ടെ. ഈ സമയത്ത് നമ്മുടെ കായൊക്കെ അത്യാവശ്യം വെന്ത് ഒരു 75% വെന്ത് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കൂടി, നല്ല പഴുത്ത തക്കാളി എടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തക്കാളി മതി, പുളി ഒരുപാട് അങ്ങ് കൂടണ്ട. അപ്പോൾ അതും കൂടെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു 1.5 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. ഓൾറെഡി നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, ഓവർ തിക്കാക്കി എടുക്കരുത് കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം. ഒരു പച്ച നേന്ത്രക്ക ഉണ്ടെങ്കിൽ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രക്ക ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തേക്കുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല പോലെ ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ റോ ടേസ്റ്റ് മാറണം, അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 6-7 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ളതാണ്, ചെറുതാണെങ്കിൽ ഒരു 10 ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കുക. കളർ മാറി വരുമ്പോൾ 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവം ഈ ഉള്ളി മൂപ്പിച്ച് കടുക് താളിച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, ഫ്ലെയിം കുറച്ച് ലോയിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ കറി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. താളിച്ചതും കൂടി ഇട്ട് സെർവ് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും 2 വിസിൽ കേൾപ്പിച്ച് നമ്മുടെ പയറെടുത്തിട്ടുണ്ട്. ഇത്തിരി കൂടി വേവാനുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ വറ്റുന്നവരെ ഞാനൊന്ന് ഓണാക്കി വെച്ച് കൊടുത്തു. ബാക്കി വെന്തിട്ടുണ്ട്, വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് ഞാനെടുത്തത് സവോളയാണ്. ഒരു ചെറിയ സവോള അല്ലെങ്കിൽ മീഡിയം വലുപ്പത്തിലുള്ളതാണെങ്കിൽ ഒരു അരമുറി മതിയാവും. കനം കുറച്ച് നീളത്തിലരിഞ്ഞു. ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടു ഒന്ന് വഴറ്റിയെടുത്തു. സവോള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചത്, അതാണ് ഞാനൊരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ റോ ടേസ്റ്റ്, ഒരു പച്ചക്കുത്ത് ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ടൊരു സ്വല്പം വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒതുക്കി വെച്ച് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. സവോള
വഴറ്റുമ്പോൾ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആ സവോള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. കുറച്ച് തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ, നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും, മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് കനം കുറച്ച് നീളത്തിലരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, ഒരു പച്ചമുളകും കീറിയതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതായത് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. ഈ സമയത്ത് ഞാനൊരു 4 മുട്ട പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു പിടിയും ഒരിത്തിരിയും കൂടി മതി, 1.5 പിടിയൊന്നും തികച്ചെടുക്കേണ്ട, ഒരു പിടിയും ശകലം കൂടി തേങ്ങ എടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. തോരൻ്റെ പരുവല്ല, ചോറിനേക്കാൾ ഇത്തിരി കൂടി അരയണം, എന്നാൽ അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. അപ്പം എന്താ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ സമയത്ത് അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ട് അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, അത്രയേ ഉള്ളൂ. പൊട്ടറ്റോ ഉടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടറ്റോയുടെ കൂടെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു മുരിങ്ങക്കായ കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതായത് ഒരു മുട്ട 4ആയിട്ട് കട്ട് ചെയ്താൽ മതി, നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മുട്ട കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മുട്ട പുഴുങ്ങിയതാണ്, നിങ്ങൾക്ക് എത്ര വേണോ, 6 വേണമെങ്കിൽ 6 ചേർക്കാം. എന്നിട്ട് ഉടയാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. കടുക് വറുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ വെക്കുക. സെർവ് ചെയ്യാൻ നേരത്തെ ഇളക്കിയാൽ മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, അതുമായിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് വിളമ്പാം. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ മുട്ട അവിയൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പൊട്ടറ്റോ ഇല്ലാതെ നമ്മുടെ സവോളയും മുട്ടയും വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ പയർ ഉലർത്തിയത്, അതുപോലെ തന്നെ പച്ചനേന്ത്രക്കായ കറി. അപ്പോൾ പൊട്ടറ്റോ ഇല്ലാതെ സവോളയായിട്ട് ചെയ്യുമ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആവി കയറി കഴിയുമ്പോൾ ആ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ മുട്ട മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഈ പൊട്ടറ്റോ വേവുന്ന സമയം അതിനെടുക്കില്ല, അത്രയേ ഉള്ളൂ. സവോള വഴറ്റി അരപ്പ് ചേർത്ത് കുറച്ച് നേരം ആ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറ്റുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് മുട്ട കട്ട് ചെയ്ത് കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ മുട്ട മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ പൊട്ടറ്റോയുടെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു മുരിങ്ങ കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഊണ് റെസിപ്പീസ് ഒരുപാട് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.